ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് യൂട്യൂബിൽ നമുക്ക് മറ്റൊരാളുടെ കണ്ടന്റ് യൂസ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ ലഭിക്കുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയ മെറ്റീരിയൽ എല്ലാം യൂസ് ചെയ്യണമെങ്കിൽ കോപ്പിറൈറ്റ് ഓണറുടെ പെർമിഷൻ നേടിയെടുക്കണം. നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോയുടെ കോപ്പിറൈറ്റ് ഓണറെ കണ്ടെത്താം. യൂട്യൂബ് ഒരിക്കൽ അപ്ലോഡ് ചെയ്ത വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള പെർമിഷൻ നൽകുകയില്ല. അതിനാൽ തന്നെ മറ്റൊരാളുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ആ വീഡിയോയുടെ കോപ്പിറൈറ്റ് ഓണറെ കണ്ടെത്തി അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനുള്ള പെർമിഷൻ നേടിയെടുക്കണം. ഈ ഒരു പ്രോസസ്സ് ഈസിയാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ലോയറിൻ്റെ ഹെൽപ്പ് എല്ലാം സ്വീകരിക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ലൈസൻസ് അല്ലെങ്കിൽ പെർമിഷൻ എല്ലാം നേടിയെടുത്താൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം വരികയാണെങ്കിൽ കൂടി ഈ ഡോക്യുമെൻ്റ് എല്ലാം കാണിച്ച് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ക്ലെയിമിന് അപ്പീൽ കൊടുക്കാം. ഇനി പലരും ചോദിച്ച ഒരു ചോദ്യമാണ്, നമ്മൾ ഇങ്ങനെ പർച്ചേസ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ സ്വയം റെക്കോർഡ് ചെയ്ത വീഡിയോ എന്തുകൊണ്ടാണ് യൂട്യൂബിൽ നിന്നും റിമൂവ് ആകുന്നത് എന്ന്. നമ്മൾ ഈ വീഡിയോ കോപ്പിറൈറ്റ് ഓണറിൽ നിന്നും വാങ്ങി എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള അവകാശം കിട്ടണമെന്നില്ല. അതായത് നമ്മൾ വാങ്ങിയ ഈ കണ്ടന്റ് യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് ലോ വയലേറ്റ് ചെയ്യുന്നു എങ്കിൽ യൂട്യൂബിന് ഈ വീഡിയോ റിമൂവ് ചെയ്യാം. അതുപോലെ നമ്മൾ സ്വയം റെക്കോർഡ് ചെയ്ത വീഡിയോയാണ് എന്ന കാരണത്താലും ഇത് എല്ലായ്പ്പോഴും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള അവകാശം ലഭിക്കണമെന്നില്ല. അതായത് നിങ്ങൾ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് എല്ലാം പ്ലേ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മ്യൂസിക് യൂസ് ചെയ്യുന്നതിന് കോപ്പിറൈറ്റ് ഓണറുടെ പെർമിഷൻ ഉണ്ടായിരിക്കണം. സാധാരണ പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണിത്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന നേരത്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക് ശ്രദ്ധിക്കുകയില്ല. അതിനാൽ തന്നെ ആവശ്യമില്ലാതെ നമ്മുടെ ചാനലിലേക്ക് കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ യൂട്യൂബ് ടിപ്സുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.